ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അവിടെ പോയ ഒരു വിശേഷങ്ങളാണ്. അപ്പൊ നാലുമണിക്കാറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ചാവക്കാട് നാലുമണിക്കാറ്റാണ് കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഇടക്ക് ഞങ്ങൾ പോകാറുണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ നോമ്പിന്റെ കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ എത്തുമ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്ന പാടെ ഞങ്ങൾ ബോട്ടിലാണ് കയറിയത്. വേണ്ട ചെരിയും ചെരിയുന്ന് അതിന് കുട്ടികളെ നടുവീര് തന്നെ. മീനോങ്ങാനുണ്ടാവോ? ഷാർക്ക് ഉണ്ടാവോ? അറിയില്ല. നോക്കിയേ എല്ലാരും ഇങ്ങോട്ട് നോക്ക്. നോക്കടി മിന്നോ. ഹലോ ഗൈസ്, ഞങ്ങളിതേ 4 മണിക്കാറ്റിലാണ് കേട്ടാ. ഞങ്ങളിപ്പോ ബോട്ടിൽ കയറിയിരിക്കാണ്. മക്കളൊക്കെ പേടിച്ചിരിക്കാണ് കേട്ടാ. കളിക്കണം. വേണ്ട, അവിടെ അവിടെ ആ പാലത്തിന്റെ അവിടെ പോവാ. ചവിട്ടി ചവിട്ടി വേണട്ടാ പോവാനേ. ചവിട്ടി ചവിട്ടി കാലൊക്കെ ഒരു വിധായി. 4 മണിക്കാറ്റ് ഇവിടെ അടുത്താണ്, ഞങ്ങളെ വീടിന്റെ അടുത്താണ്. ഇടക്ക് വരാറുണ്ട്. പക്ഷെ ബോട്ടില് 4 മണിക്കാറ്റ് ഞങ്ങൾ ഇടക്ക് വരാറുണ്ട് കേട്ടാ. പക്ഷെ ബോട്ടിൽ എപ്പോഴും കയറാറില്ല. പിന്നെ ഒരാഗ്രഹം കയറാൻ, അങ്ങനെ കയറിയതാണ്. അതല്ലേ നോക്കിയില്ല, സാറില്ല. ആഗ്രഹം തീർത്തല്ല. കയ്യാനക്കല്ലേട്ടാ. എല്ലാരും ഇവിടെ നോക്കിയാ മിന്നിയെ. ഇന്നും സംസാരിക്കേ. അവിടെ കുറച്ച് പേരൊക്കെ കയറാൻ വെയിറ്റ് ചെയ്യുന്ന 20 മിനിറ്റ് ആണ് കേട്ടോ. അത് ചവിട്ടി ചവിട്ടി ഇതായിട്ടുണ്ട്. ഞങ്ങൾ ഏതാണ്ട് കരക്കെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ ചാവക്കാട് 4 മണിക്കാറ്റിൽ വന്നാൽ മതി. അടിപൊളിയാണ് കേട്ടോ. അവിടെ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. റൈറ്റ് ആക്ക്, ലെഫ്റ്റ് ആക്ക്. ലെഫ്റ്റ് ആക്ക്. അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തുമ്പോ. അതുകൊണ്ട് തന്നെ ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ ബോട്ടിൽ കയറാൻ പറ്റില്ല. അപ്പൊ വന്ന പാടെ ഞങ്ങൾ ബോട്ടിലാണ് കയറിയത്. അപ്പൊ ചെറിയ മോൾക്കാണെങ്കിൽ പെട്ടെന്ന് പാർക്കിൽ എത്തണം, അവിടെ കളിക്കണം, ആ ഒരു ഇത് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരക്ക് കൂട്ടിയിരുന്നത്. അപ്പൊ ഇത് ടൈം കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ കയറിയത് കേട്ടാ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർക്ക് കളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയത്. അവിടെ പിന്നെ രാത്രിയായാലും കളിക്കാം. ബോട്ടിൽ കയറിയതിനു ശേഷമാണ് ഓർമ്മ വന്നത് വണ്ടിയിൽ ചാവി എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ 2 സ്കൂട്ടറായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ വേഗം പോയിട്ട് ചാവിയൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നു കേട്ടാ.
പിന്നെ അവരെ പാർക്കിലേക്കാണ് ഇനി പോണത്. കുട്ടികളെ ഇടക്ക് പറയാറുണ്ട് കേട്ടാ നമുക്ക് 4 മണിക്കാറ്റി പോവാന്നുള്ളത്. അപ്പൊ നമ്മൾക്കാണെങ്കിൽ എന്നും യാത്ര തന്നെയാണല്ലോ. അപ്പൊ ഇടക്കൊന്ന് വീട്ടിലിരിക്കാന്നുള്ളതില് അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിയാൽ സമയം കിട്ടിയാലാണ് പോവുള്ളൂ. അടുത്താണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മ ഇവിടെ വരാറില്ല കേട്ടാ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്താറുണ്ട് കേട്ടാ. പിന്നെ ഇവിടെ ഇടക്ക് പാർട്ടി ഒക്കെ നടത്താറുണ്ട്. പിന്നെ ചെറിയ കല്യാണ ഫംഗ്ഷന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് മോള് കളിക്കാൻ പോയിട്ടാ. അപ്പൊ അവൾക്ക് ഇതൊന്നും വേണ്ട, അവൾക്ക് പെട്ടെന്ന് പാർക്കിൽ എത്തിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയും സ്നാക്കും കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടാ കളിക്കുന്നിടത്തേക്ക്. പിന്നെ അവിടെ ഐസ്ക്രീമും ചെറിയൊരു ടീ ഷോപ്പാണ് അവിടെ ഉള്ളത്. അപ്പുറത്തുണ്ട് കേട്ടാ, വലിയ ടീ ഷോപ്പൊക്കെ അപ്പുറത്തുണ്ട്. ഇതിപ്പോ ഇവിടെ ഈ പാർക്കിന്റെ ഉള്ളിൽ കളിക്കുമ്പോ കുട്ടികളൊക്കെ കളിക്കുകയാണെങ്കിൽ പേരൻസിനൊക്കെ ഒന്ന് ചായ കുടിക്കണം തോന്നി അങ്ങനെ കുടിക്കാൻ. അപ്പൊ അത് നല്ലൊരു കാര്യമായിരുന്നു കേട്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് അവള് ഇത്രയും തിരക്ക് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടാ. ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇവിടെ പെഡൽ ബോട്ട് പിന്നെ വഞ്ചിയാണ് ഇട്ടുള്ളത്. വലിയ വഞ്ചിയാണ്. കുറെ ആളുകളൊക്കെ ഇരുത്തിയിട്ട് പോകണമെങ്കിൽ ഇതുപോലെ വഞ്ചിയിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഒരാള് തുഴയാനുണ്ടാവും. പിന്നെ പെഡൽ ബോട്ട് ആണെങ്കിൽ നമ്മൾ ചവിട്ടിയിട്ട് പോണത്. പിന്നെ കയാക്കിങ് ഉണ്ട് കേട്ടോ. കയാക്കിങ് കുറച്ച് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. അപ്പൊ അതിൽ പോകണ്ടെങ്കിൽ തന്നെ മക്കള് സമ്മതിക്കൂല, തനിച്ചൊന്നും പോകാൻ അവർ സമ്മതിക്കൂല. അവരോട്ട് കയറുകയല്ല, നമ്മളെ വിടാനും സമ്മതിക്കൂല. അപ്പൊ അവരില്ലാത്തൊരു ദിവസം വന്നിട്ടാണ് ഞാൻ കയറിയത് കേട്ടാ. പിന്നെ ഇതുപോലത്തെ വഞ്ചികളാണ് കേട്ടോ. വഞ്ചിയിലൊന്നും കയറാൻ വലിയതൊന്നുമില്ല, കാരണം നമ്മൾ ചെറുത് മുതലേ ഇതുപോലെ വഞ്ചിയിലൊക്കെ യാത്ര ചെയ്ത് സ്കൂളിലൊക്കെ പോയിരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വഞ്ചിയിലൊന്നും കയറണം എന്നുള്ള ആഗ്രഹമില്ല കേട്ടോ. കുട്ടികളെ കയറ്റണം എന്നുണ്ട്, പക്ഷെ അവരോട്ട് സമ്മതിക്കുകയല്ല കയറാന്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൽ കളിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലൊന്നും കയറാൻ അവര് സമ്മതിക്കുകയില്ല. ഈ പെഡൽ ബോട്ടിന് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടാ. പിന്നെ വഞ്ചിയിൽ കയറാന് കുറച്ചധികം ആൾക്കാർ കയറുന്നുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് വരുന്നുണ്ട്. കളിയൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം തോന്നിയിട്ട്, അപ്പൊ അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്.
പിന്നെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. വലുതായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിലാണ്. അപ്പൊ അവരുടെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു, വേറെ ആരുടെ. പിന്നെ നമുക്കൊക്കെ കേക്ക് തന്നു കേട്ടോ അവര്. പിന്നെ കളിയെല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങള് അവിടുന്ന് പാർക്കിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടാ. പിന്നെ അവർക്ക് മൊജിറ്റോ കുടിക്കണം എന്ന് പറഞ്ഞ, അപ്പൊ രണ്ടാൾക്കും ഒരു മൊജിറ്റോ കേട്ടോ വാങ്ങിയത്. അതന്നെ കുടിക്കാൻ ഒരുപാട് ടൈം ഉണ്ട് കേട്ടാ. അതുകൊണ്ട് ഒരെണ്ണ വാങ്ങിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ടോയ്സ് വാങ്ങാൻ വേണ്ടി പോയി. ടോയ്സ് ഒക്കെ ഒരുപാട് ഉണ്ട് വീട്ടില്. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാല് അത് വേണം ഇത് വേണം അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ അവളുടെ മമ്മ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയാം എന്റെ എന്ന് ചോദിച്ചാൽ കിട്ടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോടേ പറയുള്ളൂ കേട്ടോ അതൊക്കെ. എന്നോട് വീട്ടിൽ നിന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്തായാലും ടോയ്സ് വാങ്ങിച്ചു തരണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടെ വന്ന് എല്ലാം നോക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഒരുവിധം ടോയ്സ് ഒക്കെ അവരേൽ ഉള്ളത് തന്നെയാണ്. പിന്നെ ഇത് കൊണ്ടുപോയാല് ഈ വാങ്ങണ അത്രയും ഉത്സാഹമൊന്നും ഇത് നോക്കാനുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഇത് മതിയെന്ന് വെച്ചപ്പോ അവള് പറഞ്ഞ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ വേറൊരു കളറാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടാ. പിന്നെ ഇതുപോലെ ഒരു സ്പ്രിങ്ങിന്റെ വള ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുത്ത്. ഈ ബോള് ഫുള്ള് എയർ അടിച്ചിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പൊ എയർ അടിക്കാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ അവിടുന്ന് ടോയ്സ് ഒക്കെ വാങ്ങി ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാൻ തന്നെ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ പോകണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടാ. അപ്പൊ ഇതുവരെ ഈ 4 മണിക്കാറ്റിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ ചാവക്കാട് 4 മണിക്കാറ്റ് അടിച്ചു കൊടുത്താൽ മതി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ, രാത്രി വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേട്ടാ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്